ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ഹോട്ടൽ സ്റ്റൈൽ ചിക്കൻ 65ൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത്. അടിപൊളി റെസിപ്പിയാണ്, എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാർ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അതിന് ഞാനിവിടെ ഇന്ന് 3 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ നമുക്ക് നന്നായി കഴുകി വെള്ളം ഡ്രെയിൻ ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. വെള്ളം ഒട്ടും ഉണ്ടാവരുത്. നമ്മൾ ചിക്കന് മസാല പുരട്ടുമ്പോൾ മാക്സിമം വെള്ളം ഫുൾ അതിൽ നിന്ന് പോയിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഹോട്ടലാണ് കേട്ടോ. ഹോട്ടലല്ല, ഒരു ചെറിയ തട്ടുകടയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മെസ്സി ആയിട്ടുണ്ടാവും, ആരും ഒന്നും വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ ചിക്കൻ നമുക്ക് നന്നായി കഴുകിയെടുത്ത് വെള്ളം ഡ്രൈ ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിക്കൻ കഴുകുന്ന ടൈമിൽ ഈ ലിവറൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, ഇതെന്താ ചിക്കൻ 65ക്ക് ഇതൊക്കെ ഇടുന്നതെന്ന്. ഇവിടെ ഇത് തനിച്ച് വാങ്ങും കേട്ടോ. അതായത് ലിവർ തനിച്ച് നമ്മളുടെ ചില്ലിയിൽ ചോദിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിവിടെ മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പെരിഞ്ജീരക പൗഡറാണ് കേട്ടോ. പെരിഞ്ജീരകം ഫുള്ള് ഇടാതെ മാക്സിമം പൗഡർ ഇടാൻ സൂക്ഷിക്കണം കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിടുന്നുണ്ട്. പിന്നെ ചെറുനാരങ്ങ നീരിന് പകരം നമ്മളിവിടെ വിനീഗറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ മസാല. ഇതിൽ നമ്മുടെ ചിക്കൻ 65ക്ക് എപ്പോഴും മട്ടൻ്റെ മസാലയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുക. മട്ടൻ്റെ ഗ്രേവി മസാലയും പിന്നെ ഇവിടെ തമിഴ്നാട്ടിൽ JP എന്ന് പറഞ്ഞൊരു ചില്ലി പൗഡർ കിട്ടും, അതും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് പിന്നെ മുട്ട നിങ്ങൾ ഈ ടൈമിൽ യൂസ് ചെയ്യണേ. മുട്ടയും പിന്നെ പച്ചമുളക് പേസ്റ്റ് വേണമെങ്കിലും ചെറുള്ളി പേസ്റ്റ് അതും കൂടി യൂസ് ചെയ്യാം കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നന്നായി നമ്മൾ ചിക്കനിൽ മാഗ്നേറ്റ് ചെയ്ത് ഒരു മണിക്കൂറൊക്കെ നന്നായി നമ്മളത് പുരട്ടി വെക്കണം കേട്ടോ. ആ ചിക്കനും മസാലയും തമ്മിൽ എല്ലാം കൂടി മിക്സ് ആവാനായിട്ട്. പിന്നെ ഒരു മണിക്കൂറിന് ശേഷം മാക്സിമം ഒരു അരമണിക്കൂറെങ്കിലും വെക്കണേ. അതിന് ശേഷം ഇവിടെ ഞാൻ കോൺഫ്ലവറും അരിപ്പൊടിയും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു മണിക്കൂർ നന്നായി മിക്സ് ആവാം, അതായത് മസാല പിടിക്കാനായിട്ട് വെക്കണം കേട്ടോ. അതിൻ്റെ മേലെ കറിവേപ്പിലയും പച്ചമുളകും കൂടി ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ പച്ചമുളകും കൂടി ഇട്ടിട്ട് നമുക്കൊരു 1 മണിക്കൂറിന് ശേഷം പൊരിച്ചെടുക്കാം കേട്ടോ. നമ്മളുടെ ഹോട്ടലിൽ എപ്പോഴും നമ്മൾ ഒരു ഹാഫ് കുക്കിൽ ഇത് പൊരിച്ചെടുക്കും കേട്ടോ. നമുക്ക് ട്രേയിൽ കൊട്ടി വെക്കാനായിട്ട് ഡിസ്പ്ലേക്ക് വേണ്ടി. അപ്പോൾ നമ്മളിത് ഹാഫ് കുക്കിൽ ഇപ്പോൾ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ.